മിക്ക എല്ലാവരും ഇപ്പോൾ നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ സ്റ്റീവ് റോജേഴ്സ് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക റിട്ടേൺ ആവുന്ന ആ ട്രെയിലർ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അവതാർ ഫയർ ആൻഡ് ആഷിൻ്റെ കൂടെ ആയിരിക്കും ഈ മാർവലിൻ്റെ ഡൂംസ്ഡേയുടെ ട്രെയിലറും കാണിക്കാമെന്ന് ഓൾറെഡി മാർവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി അത് ലീക്കായി കഴിഞ്ഞു. ഓൾറെഡി ഉണ്ടായിരുന്ന ഇവൻസിലൊക്കെ നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ക്രിസ് എവാൻസിനെ പുള്ളിയുടെ പഴയ ബാക്ക് ഫിസിക്കലൊക്കെ കണ്ടപ്പോൾ തന്നെ ഓൾറെഡി ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ആ ട്രെയിലർ ലീക്കായപ്പോൾ തന്നെ ഒട്ടുമിക്ക എല്ലാവരും ഞാനടക്കം വിചാരിച്ചുകൊണ്ടിരുന്നത് അത് AI ക്രിയേറ്റ് ചെയ്ത ഏതോ ഒന്നാണെന്നാണ്. പക്ഷേ ഫയർ ആൻഡ് ആഷിൻ്റെ കൂടെ ആ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ അത് കൺഫേമും ആയി. കാരണം അത് തന്നെയാണ് ശരിക്കുള്ള സാധനവും. അതുമാത്രമല്ലാതെ ഇതിൻ്റെ കൂടെ തന്നെ ഓൾമോസ്റ്റ് 48 മണിക്കൂറിനുള്ളിൽ മാർവലിൻ്റെ ഓൾമോസ്റ്റ് 3 പടങ്ങളുടെ ട്രെയിലറാണ് ലീക്കായിരിക്കുന്നത്. 3 പടങ്ങളുടെ അല്ല 3 ട്രെയിലറാണ് ലീക്കായിരിക്കുന്നത്. ഒന്ന് ഈ അവഞ്ചേഴ്സ് ഡൂംസ്ഡേനെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ അല്ലാതെ തോറിൻ്റെ ഒരു ട്രെയിലറും പിന്നെ നമ്മുടെ പുതിയ സ്പൈഡർമാൻ പടത്തിൻ്റെ ഒരു ട്രെയിലറും. സോ ഇപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ആ ഡൂംസ്ഡേയിൽ മൊത്തം 4 ട്രെയിലേഴ്സാണ് വരാൻ വേണ്ടി പോകുന്നത്. അതിൽ ഫസ്റ്റത്തെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കനെ ഫോക്കസ്ഡ് ആയിട്ടും സെക്കൻഡ് നമ്മുടെ തോറിനെ ഫോക്കസ്ഡ് ആയിട്ടും തേർഡായിട്ടൊന്ന് വരാൻ പോകുന്നത് നമ്മുടെ അവഞ്ചേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടും പിന്നെ മൊത്തത്തിലൊന്ന് കൂട്ടിക്കുഴച്ചിട്ട് നമ്മുടെ ഡൂമിനെ കാണിച്ചുകൊണ്ടുള്ള ഒരു ട്രെയിലർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ തോറിൻ്റെ ആ ട്രെയിലർ മൊത്തത്തിൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ലീക്കായിരിക്കുന്ന പോലെ ലീക്കായിട്ടില്ല. അതിൻ്റെ ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷനും പിന്നെ ഒരു ഓഡിയോയും മാത്രമാണ്, ഒരു 15-14 സെക്കൻഡുള്ള ഒരു ഓഡിയോയും മാത്രമാണ് റിലീസായിരിക്കുന്നത്. സോ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ തോർ അതിൽ മെൻഷൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോർ എവിടെയോ മുട്ടുകുത്തി നിന്നിട്ട് ഒരു കാര്യം പറയുകയാണ്. അതായത് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് ഓൾ ദ ക്രൗൺസ് ദ കിങ്ഡംസ് ദ പ്രൈഡ് ഐ ആസ്ക് ഫോർ നൺ. അതായത് പുള്ളി ഒരു രാജ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ള, ഒരു പദവിക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ള, ഒരു അധികാരത്തിന് വേണ്ടിയോ ആഗ്രഹിച്ചിട്ടുള്ള. അതിനുശേഷം പുള്ളി പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം. എന്നിട്ട് ഞാൻ ഇപ്പോൾ അത് മലയാളത്തിൽ പറഞ്ഞുതരാം. അതായത് മറ്റേ ഡയലോഗ് കഴിഞ്ഞിട്ട് നമ്മുടെ തോറ് പറയുന്നതാണ്, അച്ഛാ ഞാൻ പറയുന്ന കേക്ക്, നിങ്ങളുടെ മോൻ പറയുന്ന കേക്ക്, ഞാൻ ലൈഫിന് വേണ്ടിയിട്ട് വൃത്തിയല്ല, പക്ഷെ എന്നാലും ഞാൻ നിങ്ങളോട് കെഞ്ചി ചോദിക്കുകയാണ്, ഇനി എനിക്ക് കുറച്ച് സമയം കൂടി താ, ഈ നൂല് കുറച്ചും കൂടി ഒന്ന് പടരട്ടെ. നോട്ട് ഫോർ തണ്ടർ, നോട്ട് ഫോർ വാർ. എൻ്റെ ലവിനെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി കാണാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് എന്നെ കുറച്ചധികം നാൾ കൂടി ഇവിടെ ഇരിക്കാൻ വേണ്ടി അനുവദിക്കുമെന്ന്. അതായത് ഇവിടെ നമ്മുടെ തോറ് തന്നെ ഓടിനായിട്ടുള്ള പുള്ളിയുടെ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. അതായത് പുള്ളി കെഞ്ചുന്ന പോലെ പറയാണ് പുള്ളിക്ക് കുറച്ച് കാലം കൂടി ജീവിക്കണം, അങ്ങനെ എന്തൊക്കെയാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൽ നൂലെന്ന് പറഞ്ഞിട്ട് ത്രെഡ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നോർസ് മിത്തോളജിയിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഗോഡ്സൊക്കെ അവരുടെ ജീവിതം തന്നെ ഈ ത്രെഡിനെ പോലെയാണ് കണക്ട് ചെയ്യുന്നത്. അതായത് ഈ ത്രെഡ് മുറിഞ്ഞു പോയി, അല്ലെങ്കിൽ ത്രെഡ് അതായത് ഈ നൂലാരെങ്കിലും മുറിച്ചു കളഞ്ഞു, നൂലാരെങ്കിലും വെട്ടിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ലൈഫ് തന്നെ തീർന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഗോഡ്സിനും അത് ബാധകമാണ്. അതുകൊണ്ടാണ് പുള്ളി ഈ ത്രെഡ് മുറിച്ച് കളയരുത്, ഇത് ഇനിയും പടർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കെഞ്ചുന്നത്. സോ ടെക്നിക്കലി നമ്മുടെ തോർ ഇവിടെ പറഞ്ഞു വരുന്നത് പുള്ളി മരിക്കാനാവുന്ന ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത്. സോ എന്നെ ഇപ്പോൾ കൊല്ലല്ലേ, ചാവാൻ അനുവദിക്കല്ലേ, എനിക്ക് ഒരു തവണ കൂടി, എങ്ങനെയെങ്കിലും ഒരു തവണ കൂടി എൻ്റെ ലവിനെ കാണാൻ അനുവദിക്കണം എന്നാണ് പുള്ളി പറയുന്നത്. അതായത് ലവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പുള്ളി വളർത്തിക്കൊണ്ടിരിക്കുന്ന ആ മോളുണ്ടല്ലോ ലവ്, അതിനായിരിക്കും ഉദ്ദേശിക്കുന്നത്. സോ കുറച്ച് പേർക്കെങ്കിലും പുള്ളി ലവ് എന്ന് അവിടെ മെൻഷൻ ചെയ്തപ്പോൾ എന്തിനത് അവൻ്റെ മുകൾ മാത്രം ആവണം? ചിലപ്പോൾ പുള്ളി ജെയിൻ ഫോസ്റ്ററിനെയാണോ അല്ലെങ്കിൽ പുള്ളിയുടെ അച്ഛനെയോ അമ്മേനെയോ ബ്രദറിനെയോ ആരോ വേണമെങ്കിലും ലവ് എന്ന് അവിടെ ഉദ്ദേശിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കാം. എനിക്ക് തോന്നുന്നില്ല, പുള്ളിയുടെ ലവ് ആയിട്ടുള്ള മോളിനെ തന്നെ ആയിരിക്കും, അതായിരിക്കും ഉദ്ദേശിച്ചത്. കാരണം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ആ ലവിന് എന്തോ പറ്റിയിട്ടുണ്ട് ഡൂം കാരണം ഓൾറെഡി ഇപ്പോൾ ഇതിൽ 2 പിള്ളേരെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് ഒരു കൊച്ചിനുണ്ടാവുന്ന പോലെ കാണിച്ചിട്ടുണ്ട്. ഞാൻ കൊച്ചിന് എന്തെങ്കിലും റോൾ ഉണ്ടോ എന്ന് അറിയില്ല. പിന്നെ ഓൾറെഡി ഒരു പവർഫുൾ ബീയിങ് ആയിട്ടുള്ള നമ്മുടെ ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സിനെയും കാണിച്ചു കഴിഞ്ഞു. മാത്രമല്ല എട്ടേണിറ്റിയുടെ ഒരു അംശമാണ് നമ്മുടെ തോറിൻ്റെ ഈ ലവ് എന്ന് പറയുന്ന ഒരു കൊച്ച്. സോ ആ കൊച്ചിനെ വെച്ചിട്ട് നമ്മുടെ ഡൂം എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാൻ വേണ്ടി ഇരിക്കുമായിരിക്കും. അങ്ങനെ പുള്ളി തട്ടിയെടുത്തിട്ടുണ്ടാവണം. വന്ന അവസാനം ഇവർ പിള്ളേരെ കുട്ടക്കാരനാക്കുമോ ഡൂമിനെ? ഇനി തോർ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞ് മുട്ടുകുത്തി കെഞ്ചുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ യൂണിവേഴ്സ് മാത്രമല്ല ഓൾറെഡി ഒരുപാട് യൂണിവേഴ്സുകൾ ഇൻക്വേഷൻസ് ഒക്കെ കാരണം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു ഫൈറ്റിൽ എല്ലാവരും തോറ്റ് നിൽക്കുന്ന ഒരു ടൈമിൽ ഇപ്പോൾ പുള്ളി മരിച്ചാൽ ശരിയാവില്ല, എല്ലാവരും തോറ്റുകൊണ്ടിരിക്കുകയാണ്, പുള്ളിക്ക് ഇനിയും ടൈം വേണം എന്നുള്ള രീതിക്ക് പുള്ളി കെഞ്ചുന്ന പോലെ ആയിരിക്കാം ഈ ഒരു സീൻ ചിലപ്പോൾ വരാൻ വേണ്ടി പോകുന്നത്. അതായത് തോർ റാഗ്നറോക്കിൽ നമ്മുടെ ഹെല കണ്ണൊക്കെ പിഴുതെടുത്തിട്ട് പുള്ളിനെ ഏതാണ്ട് അടിച്ച് കൊല്ലാറാക്കുമ്പോൾ ഇതേപോലെ തന്നെ ആയിരിക്കും മുട്ടുകുത്തിയിട്ട് ഓൾമോസ്റ്റ് നമ്മുടെ ഗോഡിൻ്റെ അടുത്ത് പുള്ളി പ്രേ ചെയ്യുന്ന പോലെ കെഞ്ചിയിട്ടുണ്ടാവുക. അതേപോലെ ഒരു സംഭവം ആയിരിക്കണം ചിലപ്പോൾ ഇവിടെയും നടക്കാൻ വേണ്ടി പോകുന്നത്. പുള്ളിക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലായിരിക്കണം പുള്ളി ഇങ്ങനെ ചെയ്യുന്നത്. കാരണം എന്തായാലും ഈ പിള്ളേർക്കൊക്കെ ഈ പടത്തിൽ എന്തോ ഒരു റോളുണ്ട്. കാരണം ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റൂമേഴ്സ് അനുസരിച്ചിട്ട് നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ ഫാമിലി തന്നെ നശിക്കാൻ വേണ്ടി കാരണം നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ക്രിയേറ്റ് ചെയ്ത ആ ടൈം ലൈനാണ്, അങ്ങനെ എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇനി റിലീസാകാൻ വേണ്ടി പോകുന്ന നമ്മുടെ ഡൂമിൻ്റെ ആ 4th ട്രെയിലർ ചിലപ്പോൾ ഡൂമിൻ്റെ ആ ഫാമിലിനെ ഫോക്കസ് ചെയ്തിട്ട് വരാൻ വേണ്ടി പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ഫസ്റ്റ് ലുക്ക് ആയിരിക്കും ചിലപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ചിലപ്പോൾ നമ്മുടെ ഈ ഹീറോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഓൾട്ടർനേറ്റീവ് ബ്രാഞ്ചസ് ഒക്കെ കാരണം ഒരുപാട് ഇൻക്വേഷൻസ് ഒക്കെ ക്രിയേറ്റ് ആയി അങ്ങനെ ഒരു യൂണിവേഴ്സിലുള്ള നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ ഈ ഫാമിലി നശിച്ചിട്ടുണ്ടാവും. അങ്ങനെ പുള്ളി ആലോചിക്കുന്നുണ്ടാവും, എൻ്റെ ഫാമിലിയൊക്കെ നീയൊക്കെ കാരണം ഇവിടെ നശിച്ച് നീയൊക്കെ അവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ആ ഇൻക്വേഷൻസിനൊക്കെ തടയാനും
ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മെസ്സൊക്കെ തടുക്കാനും കൂടി വേണ്ടിയിട്ടുള്ള നമ്മുടെ താനോസിനെ പോലെ ശരിയായിട്ടുള്ള കാര്യം തെറ്റായിട്ട് രീതിക്ക് ചെയ്യുന്ന ഒരു വില്ലനെ പോലെ ആയിരിക്കും ചിലപ്പോൾ ഡൂം വരാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഈ ഓഡിയോയുടെ എൻഡിൽ ലാസ്റ്റ് ഒരു ഫുഡ് സ്റ്റെപ്സ് പോലത്തെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് ഫുഡ് സ്റ്റെപ്സ് ആണെന്ന് തോന്നുന്നില്ല. കാരണം നേരത്തെ കാണിച്ചിരിക്കുന്ന നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ആ ട്രെയിലറിൻ്റെ എൻഡിൽ ഒരു ടൈം ഓടുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അതേപോലെ ഒരു ടൈമർ ആയിരിക്കണം, ചിലപ്പോൾ അതായിരിക്കും ഞാൻ കേട്ടിട്ടുണ്ടാവുക. ഇനി നമ്മൾ ഈ ലീക്കിലേക്ക് വരികയാണെങ്കിൽ ഏതാണ്ട് 48 മണിക്കൂറിലാണ് ഈ 3 ട്രെയിലേഴ്സ് ഏതാണ്ട് റിലീസായിരിക്കുന്നത്. അതായത് നമ്മുടെ ഡൂംസ്ഡേയുടെ 2 ട്രെയിലറും പിന്നെ നമ്മുടെ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഒരു ട്രെയിലറും, സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ. എനിക്ക് തോന്നുന്നില്ല ഇതെങ്ങനെ അറിയാതെ എങ്ങാണ്ട് ലീക്ക് ആയതാണ്. കാരണം ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ മാർവൽ തന്നെ അറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ ലീക്ക് ചെയ്യുന്നത് ആയിരിക്കൂടെ. കാരണം എത്ര $1 ബില്യൺ മുടക്കിയിട്ട് അവർ ചെയ്യേണ്ട പ്രൊമോഷനാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അതെന്തിലാവട്ടെ, എന്തായാലും നമ്മുടെ ആ ബ്രാൻഡ് ന്യൂ ഡേയുടെ ലീക്ക്ഡ് ട്രെയിലറിൻ്റെ ബ്രേക്ക് ഡൗൺ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ.